നമസ്കാരം, എല്ലാവർക്കും കിസ് ഫോറിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, തിരുവോണം മലബാറിൽ ആണ്ട് പിറവിയാണെന്ന് സൂചിപ്പിക്കുന്ന വില്യം ലോഗന്റെ കൃതി. ഉത്തരം മലബാർ മാനുവൽ. രണ്ടാമത്തെ ചോദ്യം, അത്തച്ചമയാഘോഷയാത്രയ്ക്ക് ശേഷം കൊച്ചി രാജാവ് ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്ന നാണയമേത്? ഉത്തരം സർവാണി പുത്തൻ. മൂന്നാമത്തെ ചോദ്യം, പണ്ട് അടിയാന്മാർ ജന്മിമാർക്ക് ഓണനാളിൽ നൽകിയിരുന്ന കാഴ്ചദ്രവ്യം അറിയപ്പെടുന്ന പേര്? ഉത്തരം ഓണക്കാഴ്ച. നാലാമത്തെ ചോദ്യം, പണ്ട് അത്തച്ചമയം വിളംബരം ചെയ്യാൻ നടത്തിയിരുന്ന ഘോഷയാത്ര ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ദേശം അറിയിക്കൽ. അഞ്ചാമത്തെ ചോദ്യം, കർക്കിടക മാസത്തിലെ തിരുവോണം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം ചിങ്ങം 1. ആറാമത്തെ ചോദ്യം, ഓണാഘോഷ ചടങ്ങുകൾ പ്രതിപാദിക്കുന്ന വെള്ളനശ്ശേരി വാസുണ്ണി മൂസന്റെ കൃതി? ഉത്തരം ഓണവൃത്തം. ഏഴാമത്തെ ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണത്തലേന്ന് ഒരുക്കുന്ന കാഴ്ചക്കുലകൾക്ക് പറയുന്ന പേര്? ഉത്തരം ഉത്രാടക്കാഴ്ച. എട്ടാമത്തെ ചോദ്യം, ഓമനയുടെ ഓണം എന്ന കവിത രചിച്ചത് ആര്? ഉത്തരം ഏറ്റുമാനൂർ സോമദാസൻ. ഒൻപതാമത്തെ ചോദ്യം, കന്നുകാലികൾക്കായി നടത്തുന്ന ഓണം എന്ന് വിശേഷണമുള്ളത്? ഉത്തരം 28ാം ഓണം. പത്താമത്തെ ചോദ്യം, ഒന്നാം ഓണം എന്ന് വിശേഷണമുള്ളത്? ഉത്തരം ഉത്രാടം. 11ാമത്തെ ചോദ്യം, രണ്ടാം ഓണം എന്ന് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം തിരുവോണം. 12ാമത്തെ ചോദ്യം, കോഴിക്കോട് ജില്ലയിൽ മഹാബലി സങ്കല്പത്തിൽ മലയ സമുദായക്കാർ കെട്ടുന്ന തെയ്യത്തിനെ പറയുന്ന പേര്? ഉത്തരം ഓണപ്പൊട്ടൻ. 13ാമത്തെ ചോദ്യം, ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധമുള്ള ക്ഷേത്രം? ഉത്തരം തൃക്കാക്കര ക്ഷേത്രം. 14ാമത്തെ ചോദ്യം, തൃക്കാക്കര ക്ഷേത്രം ഏതു ജില്ലയിൽ? ഉത്തരം എറണാകുളം. 15ാമത്തെ ചോദ്യം, വാമനൻ മഹാബലിയെ പാതാളത്തിൽ എവിടേക്കാണ് ചവിട്ടിത്താഴ്ത്തിയത്? ഉത്തരം രസാതലം. 16ാമത്തെ ചോദ്യം, ഐതിഹ്യമനുസരിച്ച് മഹാബലി നർമ്മദാ നദിയുടെ തീരത്ത് നടത്തിയ ദിവസങ്ങളോളം നീളുന്ന വിശ്വജിത്ത് യാഗത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു? ഉത്തരം മഹാബലിയെ ആരും തോൽപ്പിക്കാതിരിക്കാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.